വർഷങ്ങളായുള്ള സേവന പാരമ്പര്യവുമായി മാണി സൺസ് സൂപ്പർ മാർക്കറ്റ് ഓട്ടുപാറ. ഉപ്പുതൊട്ട് കർപ്പൂരം വരെയുള്ള പലചരക്ക് വ്യഞ്ജനങ്ങൾ ആവശ്യാനുസരണം തിരഞ്ഞെടുക്കാൻ മാണി സൺസ് സൂപ്പർ മാർക്കറ്റ്. ബ്രാൻഡഡ് അരികൾ, പ്രമുഖ കമ്പനികളുടെ ബിരിയാണി അരികൾ, ബ്രാൻഡഡ് കറി പൗഡറുകൾ, സ്പൈസസ്, ഡ്രൈ ഫ്രൂട്ട്സ്, എസൻസ് എന്നിവയും സ്റ്റീൽ, അലുമിനിയം, പ്ലാസ്റ്റിക് തുടങ്ങിയ ഹോം അപ്ലയൻസിന്റെ വിപുലമായ ശേഖരം. വ്യാപാരികൾക്കായി ഹോൾസെയിൽ സംവിധാനം. എല്ലാവിധ പലചരക്ക് സാധനങ്ങളും ഒരു കുടക്കീഴിലൊരുക്കി നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു. മാണി സൺസ് ജില്ലാ ആശുപത്രിക്ക് സമീപം ഓട്ടുപാറ, വടക്കാഞ്ചേരി. ഫോൺ നമ്പർ 9072303443 8078417443. ജയിൽ ചാടിയ സൗമ്യ വധക്കേസ് പ്രതി ഗോവിന്ദച്ചാമിയെ ജയിൽ മാറ്റും. കണ്ണൂർ സെൻട്രൽ ജയിലിൽ നിന്നും വിയ്യൂർ ജയിലിലേക്കാണ് മാറ്റുക. വിയ്യൂരിലെ അതീവ സുരക്ഷാ ജയിലിലേക്കാണ് മാറ്റുക എന്നാണ് വിവരം. വൈകുന്നേരം 4 മണിയോടെ ഗോവിന്ദച്ചാമിയെ കോടതിയിൽ ഹാജരാക്കും. തുടർന്നായിരിക്കും ജയിലിലേക്ക് കൊണ്ടുപോവുക. ഇയാളെ ക്രൈംബ്രാഞ്ച് ഓഫീസിലെത്തിച്ച് വിശദമായി ചോദ്യം ചെയ്തിരുന്നു. ജയിൽ ചാടിയ ശേഷം കേരളം വിടാൻ പദ്ധതിയിട്ടിരുന്നു എന്നാണ് ഗോവിന്ദച്ചാമി പോലീസിന് നൽകിയ മൊഴി. സംസ്ഥാനം വിടാനായിരുന്നു പദ്ധതിയെന്നും മോഷണം നടത്തി പണം കണ്ടെത്തുകയായിരുന്നു ലക്ഷ്യമെന്നും ഗോവിന്ദച്ചാമി മൊഴി നൽകി. 1.5 മാസത്തെ ആസൂത്രണത്തിനൊടുവിലാണ് ജയിൽ ചാടിയതെന്നും പാത്രങ്ങളും ഡ്രമ്മും ഉപയോഗിച്ചാണ് മതിലിന് മുകളിലേക്ക് കയറിയതെന്നും ഗോവിന്ദച്ചാമി പോലീസിനോട് പറഞ്ഞു. ഇന്ന് പുലർച്ചെ 1:30യോടെ ജയിൽ ചാടിയ ഗോവിന്ദച്ചാമിയെ 10:30യോടെയാണ് പോലീസ് കണ്ടെത്തിയത്. തളാപ്പിലെ ആളൊഴിഞ്ഞ പറമ്പിലെ കിണറ്റിനുള്ളിൽ നിന്നായിരുന്നു ഇയാളെ കണ്ടെത്തിയത്. കിണറ്റിൽ ഒളിഞ്ഞിരിക്കുകയായിരുന്നു ഗോവിന്ദച്ചാമി. ഇയാളെ പോലീസ് കണ്ണൂർ ടൗൺ സ്റ്റേഷനിലേക്ക് കൊണ്ടുപോയി. തുടർന്നാണ് ക്രൈംബ്രാഞ്ച് ഓഫീസിലെത്തിച്ച് ചോദ്യം ചെയ്തത്. ഗോവിന്ദച്ചാമിയുടെ ജയിൽ ചാട്ടവുമായി ബന്ധപ്പെട്ട് ജയിൽ ഉദ്യോഗസ്ഥർക്കെതിരെ നടപടിയെടുത്തിട്ടുണ്ട്. ഹെഡ് വാർഡനെയും 3 വാർഡന്മാരെയും അന്വേഷണ വിധേയമായി സസ്പെൻഡ് ചെയ്തു. ജയിൽ ഉദ്യോഗസ്ഥർക്ക് വീഴ്ചയുണ്ടായി എന്ന് ജയിൽ മേധാവി വ്യക്തമാക്കി. സെല്ലിൽ നിന്നിറങ്ങിയ ഗോവിന്ദച്ചാമി ക്യാന്റീൻ ബ്ലോക്ക് വഴി കറങ്ങി മതിലിനടുത്തെത്തിയെന്ന് ജയിലിലെ CCTV ദൃശ്യങ്ങളിൽ നിന്നും വ്യക്തമാണ്. തുടർന്ന് തുണി ഉപയോഗിച്ച് വടം ഉണ്ടാക്കി അത് മതിലിന് മുകളിലെ ഫെൻസിംഗിലേക്ക് എറിയുകയായിരുന്നു. ഇതുവഴി പുറത്തേക്ക് ചാടി. പുലർച്ചെ 5 മണിയോടെയാണ് ജയിൽ അധികൃതർ മതിലിൽ തൂങ്ങിക്കിടക്കുന്ന നിലയിൽ വടം കണ്ടത്. അതോടെ ഓരോ സെല്ലുകളായി പരിശോധിച്ചു. ഗോവിന്ദച്ചാമി ജയിൽ ചാടി 3 മണിക്കൂറിലധികം കഴിഞ്ഞാണ് പോലീസ് അക്കാര്യം തിരിച്ചറിഞ്ഞത്. തുടർന്ന് CCTV ദൃശ്യങ്ങളും പരിസരവും പരിശോധിച്ചു. 6 മണിയോടെ ജയിൽ ചാട്ടം സ്ഥിരീകരിച്ചു. 7 മണിയോടെ മാത്രമാണ് പോലീസ് പരിശോധന ആരംഭിച്ചതും കണ്ണൂർ പോലീസിന് വിവരം കൈമാറിയതും. കൂടുതൽ വാർത്തകൾക്ക് ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഫേസ്ബുക്ക് ഫോളോ അപ്പ് ചെയ്യുക. വാർത്തകൾ വേഗത്തിലറിയാൻ Anytime News.